നമസ്കാരം. ആഫ്റ്റർ നെഹ്റു AKG, നെഹ്റുവിന് ശേഷം നമ്പൂതിരിപ്പാട് എന്നിങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഒരു കാലത്ത് ഇന്ത്യയിൽ ഉയർന്നു കേട്ടിരുന്നു. കോൺഗ്രസിന് ശേഷം ഇന്ത്യ ഭരിക്കുന്നത് ഇടതുപക്ഷമാണെന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഇന്ത്യക്കാർ. പക്ഷേ നോക്കൂ, ഇന്ന് ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ കാലിടറിയിരിക്കുന്നു. അവർ കനലൊരു തരിയായി മാറിയിരിക്കുന്നു. ഇത്രയും ശക്തി ഉണ്ടായിരുന്ന ഈ പ്രസ്ഥാനം എങ്ങനെയാണ് ഇന്ന് നിലനിൽപ്പിന് വേണ്ടി പൊരുതേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നോക്കൂ, 1967 52 സീറ്റോടുകൂടി ഏതാണ്ട് മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതിയിലായിരുന്നു ഇടതുപക്ഷം. നോക്കൂ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനുശേഷം ഓരോ വർഷവും അത് കുറയുകയും കൂടുകയും ചെയ്തു. 1971 48 സീറ്റ്, 1977 28 സീറ്റ്, 1980 64 സീറ്റ്. നോക്കൂ, 1984 28 സീറ്റായി കുറയുന്നു. ഈ ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ചത് 1980 64 സീറ്റ്. 84 അതിൽ 28 കുറയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ വധം എന്നുള്ള ഒരു സഹതാപ തരംഗത്തിൻ്റെ സഹായത്തോടു കൂടി രാജീവ് ഗാന്ധി വലിയ സീറ്റ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് പിടിച്ചു. 400 പരം സീറ്റുകൾ പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് 28 സീറ്റ് കുറഞ്ഞത്. തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ 1989 തിരിച്ചു വന്ന ഇടതുപക്ഷം 1989 52 സീറ്റ് നേടി. 1991 51 സീറ്റ്, 1996 52 സീറ്റ്, 1998 43 സീറ്റ്. നോക്കൂ, 1999 43 സീറ്റ്. 2004 പിന്നീട് അവരുടെ പീക്ക് ടൈമായിരുന്നു, 61 സീറ്റ് നേടി. 2004 ഒന്നാം UPA സർക്കാർ ഇടതുപക്ഷം ചെയ്ത ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്ന് പറയുന്നത് അന്ന് UPAയെ നോക്കൂ, ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട വാജ്പേയിക്ക് കാലിടറി. ഒന്നാം UPA സർക്കാർ ഇടതുപക്ഷത്തിൻ്റെയും കൂടി പിന്തുണയോടുകൂടി കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു. ഇടതുപക്ഷത്തിന് ചരിത്രപരമായ ഒരു വിഡ്ഢിത്തം, അവരുടെ തകർച്ചയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. നോക്കൂ, 2009 24 സീറ്റ്. 2014 നോക്കൂ, നരേന്ദ്രമോദിയുടെ ഉദയം കണ്ട ആ ഒരു സമയത്ത്, ആ ഒരു തിരഞ്ഞെടുപ്പിൽ കേവലം 12 സീറ്റായി. 2019 5 സീറ്റായി. 2024 സീറ്റ് നമുക്കറിയാം. നോക്കൂ, വളരെ ദയനീയ 4 സീറ്റോ മറ്റോ ആണ് ഇടതുപക്ഷത്തിനുള്ളത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയിൽ മാത്രം കൊള്ളാവുന്ന തരത്തിലേക്ക് ഇടതുപക്ഷ MP-മാർ മാറി. എന്താണ് ഇത്തരം ഒരു അധപ്പതനത്തിലേക്ക് ഇടതുപക്ഷത്തെ നയിച്ചത്? നോക്കൂ, ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷം ബംഗാളിലേക്ക് നോക്കൂ, ഞങ്ങൾ കേരളം ബംഗാളാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. തുടർച്ചയായി 7 തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചുകൊണ്ട് തുടർച്ചയായി അധികാരം നിലനിർത്താൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. നോക്കൂ, ഇടതുപക്ഷത്തിന് സാധിച്ചു. ആ വിജയങ്ങൾ ഇങ്ങനെയായിരുന്നു. 1977 178 സീറ്റ്, ബംഗാളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1982 174 സീറ്റ്, 1987 187 സീറ്റ്, 1991 182 സീറ്റ്, 1996 153 സീറ്റ്. നോക്കൂ, 2001 143 സീറ്റ്, 2006 വീണ്ടും കുതിച്ചുയരുകയാണ് അവരുടെ സീറ്റ്, 176 സീറ്റായി. അവിടെ നിന്നാണ് നന്ദിഗ്രാമും സിംഗൂരും ഇടതുപക്ഷത്തിൻ്റെ ഇടർച്ചയ്ക്ക് വളക്കൂറേകിയത്. നോക്കൂ, 2011 മമതാ ബാനർജിയോട് അവർ തോറ്റു. കേവലം പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസോട് അവർ തോറ്റു, 40 സീറ്റ്. 2016 26 സീറ്റിലേക്ക് ഒതുങ്ങുകയും 2021 നോക്കൂ, ഒരു സംപൂജ്യരായി മാറി. ഇടതുപക്ഷം ബംഗാളിൽ ഒരു സീറ്റ് പോലും ഇല്ലാതായി. ഒരു രാജ്യസഭ MP മാത്രമാണ് നിലവിൽ അവർക്കുള്ളത്. ഈ മാസം അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുകയാണ്. അതോടുകൂടി ഒരു ജനപ്രതിനിധിയും ഇല്ലാത്ത ദയനീയാവസ്ഥയിലേക്ക് ഇടതുപക്ഷം ബംഗാളിൽ നോക്കൂ ഒരു ഓർമ്മ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ് വന്നതെങ്കിലും ഒരു പ്രചാരമുണ്ടായിരുന്നു, വെള്ളക്കാർക്ക് ശേഷം കൊള്ളക്കാരെന്ന്. ഇന്ത്യൻ ജനത നോക്കൂ, പതിറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ, നൂറ്റാണ്ടുകളോളം അടിമത്തത്തിന് കീഴിലുള്ള പല
അക്രമികാരികളുടെയും അടിമത്തത്തിന് അവരുടെ അടിമകളായി കഴിയേണ്ടി വന്ന ഒരു നിസ്സഹായരായ ഒരു ജനതയാണ് ഭാരതീയർ. ആ ഭാരതീയർക്ക് നോക്കൂ, സഹസ്രാബ്ദങ്ങളായി അവരുടെ ജീവിത രീതികൾ നോക്കൂ, ഉരുത്തിരിഞ്ഞു വന്ന അവരുടെ അനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അവരുടെ ജീവിതങ്ങളിലൂടെ അവരുടെ പൂർവികന്മാർ അവർക്ക് പകർന്നു കൊടുത്ത വിശ്വാസധാരകൾ ഉണ്ടായിരുന്നു. ഈ വിശ്വാസധാരകളെ തരിമ്പും വില വെച്ചില്ല. അതിനെ എല്ലാം തന്നെ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം, വിപ്ലവ പ്രസ്ഥാനങ്ങളാണെങ്കിലും മോശം കാര്യത്തെ മാറ്റി നിർത്താൻ ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം നല്ല കാര്യങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകണം. പക്ഷെ ഇടതുപക്ഷം എല്ലാ നാടുകളിലും ചെയ്തിരുന്ന പോലെ ഇവിടെയും എതിർക്കുക, കണ്ണടച്ചെതിർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കണ്ണടച്ചെതിർക്കുക എന്നുള്ളതിനൊപ്പം നോക്കൂ, സംഘടിത മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനും പക്ഷേ ഇവിടെയുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിശ്വാസത്തെ വല്ലാതെ അധിക്ഷേപിക്കാനും ഇടതുപക്ഷം തയ്യാറായി. അവരിൽ നിന്ന് പതുക്കെ നോക്കൂ, ഒരു പ്രത്യാശയായിരുന്നു ഇടതുപക്ഷം സാധാരണക്കാരുടെ. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടിക്കൊണ്ട് ആ അടിസ്ഥാന ജനതയ്ക്കൊപ്പം നിൽക്കാൻ അവർ തയ്യാറായി. പക്ഷെ അവരുടെ വിശ്വാസങ്ങളെ ചവിട്ടി മെതിക്കുകയാണ് ചെയ്തത്. ഒരു സമൂഹത്തിന്, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗമായ ഹിന്ദു ജനവിഭാഗത്തിനെ പരിവർത്തനം ചെയ്യിക്കാനാണ് ഏറ്റവും എളുപ്പം. അത് ക്രൂരമായിട്ടല്ലാതെ അവരുടെ വിശ്വാസങ്ങളെ ചവിട്ടി മെതിക്കാതെ വിദ്യാഭ്യാസം വരുന്നതോടൊപ്പം അവർ പരിവർത്തനം ചെയ്യുമായിരുന്നു. ഇന്ന് എത്രയോ അവർ മറ്റ് അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ എത്രയോ പരിവർത്തനം ചെയ്യപ്പെട്ടു. ബാക്കി ഇനിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും ഭാവി കാലത്തിൽ അവർ അത് മാറ്റാൻ തയ്യാറാണ്. കടുംപിടുത്തങ്ങളിൽ ഒരു മതപരമായ കടുംപിടുത്തം അവർക്കില്ല എന്നതുകൊണ്ട് തന്നെ അവർക്കത് സാധിക്കുമായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവരെ അവഹേളിക്കുവാനും തങ്ങളിൽപ്പെട്ടതല്ല, തങ്ങളെ ഇല്ലാതാക്കുന്നവരാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് പതുക്കെ പതിറ്റാണ്ടുകൾ കൊണ്ട് ഇടതുപക്ഷം തങ്ങളെ ഇല്ലാതാക്കുന്നവരാണ് എന്ന്, തങ്ങൾ ഒരിക്കൽ ഏറ്റവും അധികം വിശ്വസിച്ച ഒരു പ്രസ്ഥാനം തങ്ങൾക്കെതിരാണെന്നുള്ള വിശ്വാസം അവരിലേക്ക് അവർ പോലും അറിയാതെ എത്തിപ്പെട്ടു. ഇത് തന്നെയാണ് ഒരിക്കൽ പന്ന്യൻ രവീന്ദ്രൻ ഇത് കൃത്യമായിട്ട് പറഞ്ഞു. ഭാരതീയ ദർശനങ്ങളെ കണ്ണുമടച്ച് എതിർത്തതാണ് ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിന് കാരണമെന്ന് ഒരു അഭിവന്ദ്യനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഖേദത്തോടു കൂടി ഒരിക്കൽ പറയുകയുണ്ടായി. അതുതന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിനൊരു കാരണം. അവിടെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അവിടെ ഈ സമൂഹത്തെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി വാദിക്കുന്നു എന്നുള്ള രീതിയിൽ BJPയുടെ വളർച്ചയ്ക്കൊപ്പമാണ് ഇടതുപക്ഷം താഴേക്ക് വന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് നോക്കൂ, ഇടതുപക്ഷം കോൺഗ്രസിനെ പിന്തുണച്ചു 2004. ഈ 2004 ഇവർക്ക് 61 സീറ്റ് ഉണ്ടായിരുന്നു. 61 സീറ്റ് ഈ കോൺഗ്രസിനെ പിന്തുണച്ചു. അതായിരുന്നു ചരിത്രപരമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഹിസ്റ്റോറിയൻ ബ്ലണ്ടർ. ഒരു കാലഘട്ടത്തിൽ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചിരുന്നു. അതുപോലും ഇവർ പ്രത്യയശാസ്ത്ര തിമിരം, അങ്ങനെ തന്നെയാണ് അതിന് പറയേണ്ടത്, ഇല്ലെങ്കിൽ മൗഢ്യം, പ്രത്യയശാസ്ത്ര മൗഢ്യം കാരണം അതില്ല എന്ന് പറഞ്ഞു. എന്താ പറയുക, അത്തരം ഒരു ബാലിശമായിട്ടുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിൽ നിന്ന് മാറി നിന്ന് കൃത്യമായിട്ട് കിട്ടിയ ഒരു സുവർണാവസരം അവരില്ലാതാക്കി. ഒടുവിൽ ലജ്ജയില്ലാതെ 2004 കോൺഗ്രസിന് പിന്തുണച്ചു. പിന്നീട് കോൺഗ്രസ് തുടർച്ചയായി ഒന്നാം UPA സർക്കാർ, രണ്ടാം UPA സർക്കാരിൽ വലിയ അഴിമതി നടന്നു. വലിയ അഴിമതികൾ. ഇത് നാണക്കേടായി. ഈ കോൺഗ്രസിനെ അനുകൂലിക്കുന്നില്ല, ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ. ആ സമയത്താണ് BJP ഉയർന്നു വന്നത്. 2014 വലിയ വർഷങ്ങൾക്ക് ശേഷം ഏകകക്ഷി ഭരണത്തിൽ വന്നു. ഒരു കക്ഷി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വന്നു. നരേന്ദ്രമോദിയുടെ ഒരു കരുത്തിൽ BJP വിജയത്തിലേറി. ആ സമയത്ത് BJP വിരുദ്ധ വോട്ടുകൾ ചിന്തിച്ചത് ഇടതുപക്ഷത്തിന് കൊടുക്കുന്നത് ഒരു പരോക്ഷമായിട്ട് കോൺഗ്രസിനെ സഹായിക്കുകയാണെങ്കിൽ ഒന്നുകിൽ കോൺഗ്രസിന് കൊടുക്കാം, അല്ലെങ്കിൽ BJPക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് പോയി. ഇടതുപക്ഷത്തിന് ഇല്ലെങ്കിൽ കോൺഗ്രസിനെ ഇടതുപക്ഷം എന്ന് സപ്പോർട്ട്. കാരണം ഇന്ത്യയിലെ നോക്കൂ, ജനാധിപത്യത്തെ അട്ടിമറിച്ചത് 96 സംസ്ഥാനങ്ങളെ പിരിച്ചു വിട്ടുകൊണ്ട് ജനാധിപത്യത്തെ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ പൗരാവകാശങ്ങളെ ഇല്ലാതാക്കിയ, കശാപ്പ് ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ നോക്കൂ, വധത്തിന് ശേഷം സിഖ് വിരുദ്ധ കലാപത്തിലൂടെ ഒരു സമൂഹത്തെ, ഒരു രാഷ്ട്രീയ പാർട്ടി നേരിട്ട് വംശഹത്യ നടത്തിയത്. ഇങ്ങനെ
ഒരു ചോര പുരണ്ട ചരിത്രമുള്ള കോൺഗ്രസിനെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നതിലൂടെ അവരുടെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത ചോദ്യം ചെയ്യപ്പെട്ടു. അതിൻ്റെ സംശുദ്ധ രാഷ്ട്രീയം ഇവർക്ക് ചേർന്നതല്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. കോൺഗ്രസിനും അതായത് BJP ആൻറ്റി BJP വോട്ടുകൾ ഇടതുപക്ഷത്തിലേക്ക് പോകാതെ നേരിട്ട് കോൺഗ്രസിന് കൊടുക്കുക എന്നുള്ളതായി ഇടതുപക്ഷത്തിൻ്റെ ആശയപരമായിട്ടുള്ള അടിത്തറ ദുർബലപ്പെട്ടു. ഇടതുപക്ഷത്തിന് അടിത്തറയില്ലാതായി, ജനങ്ങളുടെ വിശ്വാസ്യതയില്ലാതായി, നിലപാട് തറയില്ലാതായി, നിലവാരമില്ലാതായി. ഇടതുപക്ഷം പതുക്കെ പതുക്കെ അസ്പൃശ്യരായി. അതുമാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ EMS എന്ത് പറയുന്നു എന്ന് ഈ രാജ്യം ചെവി കൊടുത്തിരുന്നു, രാജ്യം കാതോർത്തിരുന്നു. ഇന്ന് നോക്കൂ, CPMൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു പട്ടിയുടെ വില പോലും ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു അവഹേളനമാവില്ല, അത് യാഥാർത്ഥ്യമാണ്. ആരാണ് ഇതെന്ന് ചെയ്ത് നോക്കൂ. DYFI എന്താണ് DYFI എന്ന് മാർക്കണ്ഡേയ കട്ജി ചോദിച്ചില്ലേ? അതുപോലെ എന്താണ് CPM എന്ന് ഭാരതീയർ ചോദിക്കാൻ തുടങ്ങും. ഇനിയും സ്വതന്ത്രമായിട്ടുള്ള ഈ സമൂഹത്തിന് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെയുള്ള നിലപാട് സ്വീകരിച്ചാൽ തിരിച്ചു വരാം, ഇടതുപക്ഷം തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഈ രാഷ്ട്രീയപരമായി രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ചിന്തിക്കുക. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വേണം. മനോഹരമായ ഒരു മലർവാടിയാണ് ഭാരതം. ഈ ഭാരതത്തിൽ ഹിന്ദുവും ശിഖനും ക്രൈസ്തവനും മുസൽമാനും ബുദ്ധനും ജൈനനും അതുപോലെ തന്നെ CPMും BJPയും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അങ്ങനെ എല്ലാവരും ഉണ്ടാകട്ടെ. അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്തായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുക. അതുണ്ടാവട്ടെ. ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ കഴിയട്ടെ. തിരിച്ചു വരുന്നതോടൊപ്പം നിഷേധാത്മക നിലപാടുകൾ തിരുത്തിക്കൊണ്ട് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വികാരങ്ങളെ തലോടുന്ന ഒരു നയത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.